ഞാനിപ്പോ ഭരണഘടന തന്നെ ഒരു ഭാഗം വായിക്കാം. നിങ്ങളുടെ ഭരണഘടന തന്നെ ഈ 84ാമത്തെ ക്ലോസിൽ 84 വിശ്വാസപരമായോ ഭരണപരമായോ ഉള്ള കാര്യങ്ങളിൽ മെത്രാപ്പോലിത്ത ചെയ്യുന്ന തീരുമാനത്തിൽ സങ്കടമുള്ള കക്ഷിക്ക് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിങ്കൽ അപ്പീൽ ബോധിപ്പിക്കാവുന്നതാകുന്നു. അപ്പൊ ഇവിടെ പറയുന്ന ത്രോൺ ഓഫ് ആന്റിയോക്ക് ഈസ് ദ അപ്പലേറ്റ് അതോറിറ്റി. അപ്പീൽ കൊടുത്തിട്ട് അവിടുന്ന് വരുന്ന തീരുമാനം അന്തിമമാണെന്ന് അതിനകത്ത് എഴുതിയിട്ടില്ല. ഇല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് പാത്രികീസ് ബാവയ്ക്ക് അങ്ങനെയുള്ള ഒരു അധികാരം ഇല്ലെന്നാണ്. പക്ഷേ പാത്രികീസ് ബാവ ഹാസ് അപ്പലേറ്റ് അതോറിറ്റി. അപ്പൊ അപ്പലേറ്റ് അതോറിറ്റിയാണ് ഏറ്റവും വലിയ അതോറിറ്റി. അപ്പീൽ കേൾക്കാൻ പറ്റുന്ന അപ്പീൽ കോടതി എന്ന് പറഞ്ഞാൽ മേൽക്കോടതി, വക്കീലിന് അറിയാമല്ലോ. ഇത് അപ്പീൽ കോടതി പാത്രികീസ് ആണെന്ന് ഭരണഘടന എഴുതി വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഭരണപരമായ കാര്യങ്ങളിൽ പാത്രികീസിന് ഒരു അധികാരം ഇല്ലെന്ന്. ഇത് പൊരുത്തക്കേടല്ലേ? ഇത് ഒരു വൈരുദ്ധ്യമല്ലേ? അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. അത് റോയൽ കോടതി വിധിക്കത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? സി മെത്രാപ്പോലിത്ത സപ്പോസ് ഇപ്പൊ തോമസ് മാർ അത്തനാസിയോസ് പോലെ സപ്പോസ് ഹി ബിക്കംസ് എ ടൈറന്റ്. കാരണം അതോറിറ്റി മൊത്തം മെത്രാപ്പോലിത്ത കയ്യിലാണ് ഇരിക്കുന്നത്. ഈ ഭരണ കാറ്റത്ത് പറപ്പിച്ചേച്ച് എന്റെ ഇഷ്ടം ഇവിടെ നടക്കണം എന്ന് പറയുന്ന ഒരു മെത്രാപ്പോലിത്ത ഉണ്ടെങ്കിൽ എഫിക്കേഷ്യസ് റെമഡി, കോടതി ഭാഷ പറഞ്ഞാൽ എഫിക്കേഷ്യസ് റെമഡി എന്ന് പറയുന്ന പാത്രീസ് ബാവയ്ക്ക് അപ്പീൽ കൊടുക്കുക. എന്നിട്ട് അസോസിയേഷനിൽ ഇപ്പം ഈ ഒരു മെത്രാപ്പോലിത്തെ എടുക്കുന്ന എങ്ങനെയാ? അസോസിയേഷൻ തെരഞ്ഞെടുത്ത് ഒരു വൈദികനെയാണ് പാത്രീസ് ബാവ വാഴിച്ച് മെത്രാപ്പോലിത്തയായിട്ട് നമുക്ക് തരുന്നത്. അതുപോലെ ഒരു മെത്രാപ്പോലിത്തെ നീക്കണമെങ്കിൽ ഈ പറയുന്ന അസോസിയേഷനാണ് അതിന്റെ പവർ ഇരിക്കുന്നത്. മെത്രാപ്പോലിത്തെ ഭരണഘടന ലംഘിച്ച് തന്നിഷ്ടം ഇവിടെ കാര്യങ്ങൾ നടത്തുവാണെങ്കിൽ അസോസിയേഷൻ എപ്പോ വേണമെങ്കിലും പാത്രീസ് ബാവയെ അറിയിക്കാം. ദർ ഇസ് എ വയലേഷൻ ഓഫ് ദി ഘാന കോൺസ്റ്റിറ്റ്യൂഷൻ. ഞങ്ങൾക്ക് നീക്കാനുള്ള പവറില്ല. സന്ദീപ്, ഒരു കാര്യം ഇപ്പം വായിച്ചതിനകത്ത് വിശ്വാസപരമായോ ഭരണപരമായോ ഉള്ള കാര്യങ്ങളിൽ മെത്രാപ്പോലീത്ത ചെയ്യുന്ന തീരുമാനങ്ങൾക്കാ. മെത്രാപ്പോലീത്ത സ്വന്തമായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ പാത്രീസ് ബാവയ്ക്ക് കൊടുക്കുക. ഇത് ഗ്രാന അസോസിയേഷനാണ് തീരുമാനമെടുക്കുന്നത്. അപ്പൊ ഗ്രാന അസോസിയേഷൻ ആണ് ഇങ്ങനെയുള്ള ടെമ്പറൽ മാറ്ററുകളിൽ തീരുമാനമെടുക്കുന്നതിന് അതിനെങ്ങനെ അപ്പീൽ കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ ഇത് മെത്രാപ്പോലീത്ത എന്ന് പറയുന്ന ആളിനും ഈ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളത്. അങ്ങനെയാണ് പിതാക്കന്മാർ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മെത്രാപ്പോലീത്ത ഇപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് യാതൊരു രീതിയിലും ഇല്ലാതെ അദ്ദേഹം ഓരോ കൽപ്പന ഇറക്കിയാൽ പാത്രീസ് ബാവയ്ക്ക് കൊടുക്കാം, ഞങ്ങൾക്ക് കൊടുക്കാം. മെത്രാപ്പോലീത്തയ്ക്ക് ചെയ്യാൻ അധികാരമില്ല. അത് മെത്രാപ്പോലീത്ത ചെയ്യുന്ന തീരുമാനങ്ങൾ കൊടുക്കാം. പക്ഷേ ഗ്രാനായ അസോസിയേഷന് ചെയ്യുന്ന തീരുമാനങ്ങൾക്ക് അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം കൊണ്ട് എനിക്കൊന്ന് കാണിക്കാനുണ്ട്. 2013 ഒരു ഭരണഘടന ഉണ്ടാക്കിയത് മുമ്പേ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ. അവര് ഭൂരിപക്ഷമില്ലാതെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ഐക്യകണ്ഠ്യേനെ പാസ്സാക്കി എന്ന് പറയുന്നു. അതിന്റെ വീഡിയോ ക്ലിപ്പിങ്ങുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, വേണമെങ്കിൽ ഇട്ട് തരാം. അതിനകത്ത് എല്ലാവരും പറയുന്നു ഇത് വോട്ടിനിടണം എന്ന് പറയുമ്പോൾ വോട്ടിനിടാതെ പാസ്സാക്കിയിട്ട് മിനിറ്റ്സ് ബുക്കിൽ ഐക്യകണ്ഠ്യേനെ എന്ന് പറഞ്ഞ് അവർ എഴുതി വെച്ചു. അതിപ്പോ കോടതി സ്റ്റേ കിടക്കുക. അതിനകത്ത് എന്നിട്ട് ഈ മിനിറ്റ്സ് ബുക്ക് ഉണ്ടല്ലോ, ഈ മിനിറ്റ്സ് ബുക്ക് കൊണ്ടത് കോടതി എക്സിബിറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആ മിനിറ്റ്സ് ബുക്കിന്റെ സർട്ടിഫൈഡ് കോപ്പിയാണ് എന്റെ ഇരിക്കുന്ന ഈ സാധനം. മിനിറ്റ്സ് ബുക്കിന്റെ സർട്ടിഫൈഡ് കോപ്പി. ഇവർ പറയുന്നു പാത്രീസ് ബാവയ്ക്ക് അധികാരം, ആത്മീയ അധികാരമല്ല, എല്ലാ അധികാരം ഉണ്ടെന്ന്. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഞാനത് വായിക്കാം മിനിറ്റ്സ് ബുക്കിൽ. എന്നിട്ട് വേറൊരു ബുക്ക് 13 എന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. ആ ബുക്കാണ് ഇത്, 2013 ബുക്ക്. ഇതിനകത്തും ഇതുമായിട്ട് കടലാടിയും പോലെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ബുക്കില്ല. ഞങ്ങൾ ഇത് തപ്പിച്ചെന്നപ്പോൾ ഇത് കോടതിയിൽ വെച്ചിരിക്കുക. കോടതിയിൽ സർട്ടിഫൈഡ് കോപ്പി അയച്ചതിനകത്ത് അവർ എഴുതിയിരിക്കുന്നു ഗ്രാനായ. ഒരു സെക്കൻഡ് ഇതിന് ക്ലാരിറ്റി കുറവുണ്ട്. ഈ വായിക്കുന്ന സാധനം ഈ നിങ്ങളുടെ ഒരു അസോസിയേഷനാണോ കമ്മിറ്റിയാണോ? ഏത് കൂടി മിനിറ്റ്സ് അസോസിയേഷൻ കൂടി അവർ 2010 തർക്കത്തിൽ കിടക്കുന്ന ഭരണഘടനയുണ്ടല്ലോ. നമ്മൾ പൊതുസമൂഹത്തിൽ അറിയത്തില്ല. അതുകൊണ്ട് അതായത് 2013 അസോസിയേഷൻ കൂടുകയും ആ അസോസിയേഷൻ ഹൈജാക്ക് ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണോ പറയുന്നത്? അതെ, അസോസിയേഷൻ ഹൈജാക്ക് ചെയ്യപ്പെടുന്ന കോടതി സ്റ്റേയാ. അപ്പൊ അതിനകത്ത് അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗ്രാനായ അധിപതിരാസനത്തിലും അതിലെ ഇപ്പോൾ ഉള്ളതും മേലാൽ ഉണ്ടാകുന്നതുമായ എല്ലാ ദേവാലയങ്ങളുടെയും മേൽ പരിശുദ്ധ പാത്രീസ് ബാവയ്ക്ക് എല്ലാ ആത്മീയ അധികാരങ്ങളും ഉണ്ടായിരിക്കും. അവർ എഴുതി വെച്ചിരിക്കുക. ഇത് വേണമെങ്കിൽ ആത്മീയ അധികാരം ഉണ്ടായിരിക്കുമെന്ന് ഈ പറയുന്ന സഹായ മെത്രാച്ചന്മാർ കൂടി പാസ്സാക്കി വെച്ചിരിക്കുന്ന അവരുടെ അസോസിയേഷൻ പാസ്സാക്കിയതാ. എന്നിട്ട് ഈ ബുക്ക് അവരടിച്ചു ബാവയെ കാണിക്കാൻ വേണ്ടി. അവരുടെ അസോസിയേഷൻ നിങ്ങൾ അസോസിയേഷൻ പങ്കെടുത്തില്ലേ? അല്ല, അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ആ ഭൂരിപക്ഷത്തിലല്ല ചെയ്തിരിക്കുന്നത്, അവര് വോട്ടിടാതാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ക്ലിപ്പിംഗ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പറഞ്ഞു. ഭൂരിപക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമല്ല. സമുദായ മെത്രാപ്പോലീത്തായുടെ അംഗീകാരത്തോടു കൂടി വേണം അങ്ങനെ ഒരു അസോസിയേഷൻ കൂടാന്. അത് തന്നെയല്ല, വോട്ടിംഗ് വന്നാൽ വോട്ടിംഗ് ചെയ്യണം. വോട്ടിംഗ് ആവശ്യപ്പെട്ടിട്ട് അവർ വോട്ടിംഗ് സമ്മതിച്ചില്ല. അതിനകത്ത് അത് വീഡിയോ ഉണ്ടല്ലോ, അതിനകത്തെല്ലാം കോടതിയിലെല്ലാം ഹാജരാക്കിയിട്ടുള്ളതാ. വീഡിയോയിൽ പലരും എന്ന് പറയുന്നു വോട്ടിടണമെന്ന്. എന്നിട്ട് ഈ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത് ഇത് ഐക്യകണ്ഠ്യേനെ പാസ്സായെന്ന. എന്നിട്ട് അതിനകത്ത് ഈ ബുക്കിനകത്ത് അടിച്ചു വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ വായിച്ചതിന് പകരം ബാവയെ കാണിക്കുന്നതിന് വേണ്ടി അവർ എഴുതി വെച്ചിരിക്കുന്നത് ആ ഒരു വാക്കുകൂടെ ഞാൻ വായിക്കാം. അതിനകത്ത് എഴുതി ആത്മീയ അധികാരം. എന്നിട്ട് പാത്രീസ് ബാവയെ കൊണ്ട് കാണിക്കുന്നത് ഈ കാര്യമാണ്. അതിനകത്ത് പറയുന്നത്, അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്: ജ്ഞാനായ അധിപദ്രാസനത്തിലും അതിലെ ഇപ്പോൾ ഉള്ളതും മേലാൽ ഉണ്ടാകുന്നതുമായ എല്ലാ ദേവാലയങ്ങളുടെയും പരിശുദ്ധ പാത്രീസ് ബാവയ്ക്ക് എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും. ഇങ്ങനെ എഴുതി. ഇതിനകത്ത് എഴുതി, ഇതൊക്കെ കോടതി ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം അവര് ഈ മനുഷ്യന്റെ കണ്ണിൽ അല്ലെ ബാവായുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത് എനിക്ക് ഇത്രയേ ഉള്ളൂ, ബാവായെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക.
പാത്രികീസ് ബാബായെ ഇത് മുഴുവൻ പറഞ്ഞ് ഇവരുടെ അധികാരത്തിന് വേണ്ടി കിട്ടുന്നതിന് വേണ്ടി ബാബായെ തെറ്റിദ്ധരിപ്പിച്ചു. ബാബ ഒരു കമ്മീഷൻ ഇവിടെ വിട്ടിരുന്നതിൽ ഇതെല്ലാം കാണിച്ചിരുന്നതിൽ അത് വന്നേനെ, ഒരു കമ്മീഷനെ ഇങ്ങോട്ട് വിട്ടിട്ടില്ല. ഏകപക്ഷീയമായിട്ട് ബാബ അവിടുന്ന് ഇവരെഴുതി കൊടുക്കുന്ന കൽപ്പന ഇങ്ങോട്ട് അയക്കുക. അതിനകത്ത് വേറെ കാര്യങ്ങളുമുണ്ട്. ഇപ്പൊ ഞാനത് ഇപ്പൊ ലൈവിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ബാബായിക്ക് സെവറിയസ് തിരുമേനിയോട് വേറെ വ്യക്തിപരമായ വിദ്വേഷമുണ്ട്, ഞങ്ങൾക്കറിയാം, ലൈവിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇവര് പറഞ്ഞതനുസരിച്ച് ബാബ അവിടുത്തെ പ്രവർത്തിക്കുന്നു. ആ യാക്കോബായ ഒരു ശ്രേഷ്ഠനായ ഒരു വൈദികന്റെ വോയിസ് ക്ലിപ്പിലുണ്ട്. ഇത് യാക്കോബായ സഭ ഇങ്ങനൊരു സഭ ഉണ്ടല്ലോ ഇവിടെ, അവരോട് അഭിപ്രായം ചോദിക്കണ്ടേ? ഒരു മെത്രാപ്പോലീത്തായുടെ സീനിയർ ആയിട്ടുള്ള മെത്രാപ്പോലീത്ത ഒരു സമുദായത്തിന്റെ മെത്രാപ്പോലീത്തായെ അകാരണമായി കയറി സസ്പെൻഡ് ചെയ്യും. അദ്ദേഹത്തിന് ഞങ്ങളുടെ ഈ ഭരണഘടനയെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു മെത്രാപ്പോലീത്ത കഠിന രോഗബാധിതനോ അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ഇത് രാജിവെക്കുകയോ അങ്ങനെ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് മാറാമെന്ന് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എങ്ങാണ്ടൂടെ പോയി ഒരു പാതിരികാവായുടെ സെമിനാരി കയറി, അതൊക്കെയാണ് ഒരു കാരണം. ഈ കേരളത്തിലെ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്ത് ഒരു ബാബ സെമിനാരി വന്ന ഉടനെ അത് ചെയ്തതിന്റെ കാരണം അതാണോ കാണിച്ചിരിക്കുന്നത്? ആണോ? കൽപ്പനയ്ക്കകത്തുണ്ട്, കൽപ്പന കയ്യിലിരിക്കല്ലേ, ഇതിനകത്തിരിക്കല്ലേ കൽപ്പന. ഇതിനകത്ത് പറയുന്ന ഒരു കാരണം അതാ പറയുന്നത്, ബാബ അവിടെ കയറിയെന്ന്. രണ്ടാമത്തെ കാരണം അമേരിക്കയിൽ ദേവാലയങ്ങളിലെ വൈദികരെ വിട്ട് കുർബാന ചൊല്ലിയെന്ന. കുർബാന ചൊല്ലുന്നൊക്കെ ഒരു ഇവിടുത്തെ ജനങ്ങൾ അവിടെ പോയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുർബാന ചൊല്ലിക്കളയുന്നത് സമുദായ മെത്രാപ്പൊലീത്തായി സസ്പെൻഡ് ചെയ്യാനുള്ള കാരണമാണ്. അല്ല, അത് കുർബാന ചൊല്ലുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ ഓർത്തഡോക്സിലെ വൈദികനെ കൊണ്ട് കുർബാന ചൊല്ലിക്കുന്നത് ശരിയാണ്? അങ്ങനെയാണ് നമ്മൾ അങ്ങനല്ല, ഇന്ത്യൻ ഓർത്തഡോക്സിലെ ഒന്നും ചെയ്തിട്ടൊന്നുമല്ല. ഞങ്ങളുടെ വൈദികര് തന്നെ ആ വൈദികരെ മുടക്കുകയും ചെയ്തു. അവർ അവിടുത്തെ സഹായ മെത്രാച്ചൻ പറയുന്നത് അദ്ദേഹത്തിന്റെ അംഗീകാരമില്ലാതെ ദേവാലയത്തിൽ പോയി കുർബാന ചൊല്ലാൻ പാടില്ല. അപ്പൊ അതേ എന്താ കുർബാന അവിടെ ചൊല്ലിക്കൊണ്ടിരുന്ന ദേവാലയം പുരാതനമായ, ഞങ്ങളുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിക്കാഗോയില് പുരാതനമായ ദേവാലയമാണ്. 10-60 വർഷം മുമ്പ് മേടിച്ച മനോഹരമായ ദേവാലയം ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടുത്തെ വൈദികനോട് പറഞ്ഞു, അവിടുത്തെ വികാരിയോട് പറഞ്ഞു, താൻ ഇനിയും അടുത്ത ഞായറാഴ്ച തൊട്ട് അവിടോട്ട് പോകണ്ട. അവിടുത്തെ അമേരിക്കയിലെ മെത്രാച്ചൻ പറയാണ് അവിടോട്ട് പോകണ്ട. കാരണം എന്താ, ഇത്ര രൂപ വെച്ച് എനിക്ക് തരണം ആ പള്ളിയിൽ നിന്ന്. തരുന്നില്ല. അത് തന്നതിന് ശേഷം താൻ അങ്ങോട്ട് പോയാൽ മതി. അദ്ദേഹം പിറ്റേ ആഴ്ചയിൽ അദ്ദേഹം വരുന്നില്ല പള്ളി അടച്ചിടുക. ഒരു ഞായറാഴ്ചയായി, 2 ഞായറാഴ്ചയായി, 3 മാസമായി. 3 മാസമായപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കുർബാന കാണണ്ടേ, ഇവരൊക്കെ ദൂരെ പോയി കിടക്കുന്നത് ജീവിക്കാൻ വേണ്ടി പോയി കിടക്കുന്നവരാ, അവർക്കൊരു കുർബാന കാണണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള ദേവാലയം, ഞങ്ങളുടെ തന്നെ ദേവാലയത്തിലെ ജ്ഞാനായ വൈദികരെ, അവിടെ ബ്രന്നിയച്ഛൻ എന്ന് പറയുന്ന വിലാഡിസ്വ പള്ളിയിലെ അച്ഛന് സമുദായ മെത്രാപ്പൊലീത്ത കത്ത് കൊടുത്തു, ശനിയാഴ്ച പോയി അവിടെ കുർബാന ചൊല്ലിക്കൊടു. അങ്ങനെ അദ്ദേഹം അവിടെ പോയോണ്ട് അദ്ദേഹത്തെ കയറി മുടക്കി. ഇപ്പൊ കുർബാന മുടക്കിയാണോ, ഒരു വിശ്വാസത്തിൽ കുർബാന മുടക്കിയാണോ പ്രതികാരം ചെയ്യുന്നത് വൈദികരും അതുപോലെ തന്നെ പാത്രികീസ് ബാബായും? ഇതിൽ പോയി ചൊല്ലി അച്ഛനെ മുടക്കി, 2 അച്ഛന്മാരെ മുടക്കി വെച്ചിരിക്കുക. പോയി ചൊല്ലി എന്ന് പറഞ്ഞു. അവർ അവിടെ ഓർത്തഡോക്സുകാരൊന്നും വന്നിട്ടില്ല. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം കാതോലിക്ക ബാബ ഇവിടെ കയറി. അങ്ങനെ പാരിശമായ ചില കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുടക്ക് വരുന്നത്, അല്ലെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ജ്ഞാനായിട്ട് സമ്മതിക്കത്തില്ല. അത് എന്താണ്, ഞങ്ങൾ ലീഗലി ഫിറ്റാണ്, അത് ഞങ്ങൾ ഇത് സെറ്റിൽ ചെയ്യാനും തയ്യാറാണ്, ഇവിടുത്തെ വിഷയങ്ങൾ സെറ്റിൽ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അപ്പോളജി ചെയ്ത് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അത് ഞങ്ങൾ ഗ്രാന അസോസിയേറ്റ് ഞങ്ങൾ പറഞ്ഞു, എല്ലാവരെയും കാണിച്ച് എന്ത് ചെയ്യണം. വക്കീൽ എന്തോ പറയുന്നുണ്ട്, വക്കീൽ പറഞ്ഞു. നേരത്തെ ചോദിച്ചാൽ 84-2 ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ അമേരിക്കയിലെ സിൽവാനോസ് തിരുമേനി ഒത്തിരി തന്നിഷ്ടമായ കുറെ തീരുമാനങ്ങൾ എടുത്തു, ജനങ്ങൾ മൊത്തം ഇളക്കി. അവിടെ സഭ സെക്രട്ടറി പറഞ്ഞ സഭ പള്ളികൾ പിളർത്തി. അപ്പൊ ഇവിടെ അസോസിയേഷനിൽ ഇത് ചർച്ചയ്ക്ക് വന്നു. കാരണം ഭരണഘടന അനുസരിച്ചല്ല സിൽവാനോസ് തിരുമേനി അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തു, സിൽവാനോസ് തിരുമേനി ആ മേഖലയിൽ നിന്ന് വിടുവിച്ച് നാട്ടിൽ കൊണ്ടുവരാനായിട്ട് അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് തീരുമാനം അസോസിയേഷൻ എടുത്തു. അപ്പൊ പാത്രികീസ് ബാബ അവിടെ ഇടപെട്ടു. ഒരു മെത്രാപ്പൊലീത്തക്കെതിരെ ഒരു തീരുമാനം നടപ്പിലാക്കാൻ അസോസിയേഷൻ അല്ല ചെയ്യേണ്ടത്, പാത്രികീസ് ബാബ നേരിട്ട് ചെയ്തോളാം. അപ്പം ഒരു അന്വേഷണ കമ്മിറ്റി അങ്ങോട്ട് വിട്ടു, അമേരിക്കയ്ക്ക് വിട്ടു. ജനങ്ങൾ ആ അന്വേഷണ കമ്മിറ്റി സഹകരിച്ച് ആ കമ്മിറ്റി ഒരു റിപ്പോർട്ടും തയ്യാറാക്കി. ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അവർ സെക്രട്ടറിയെ വിളിച്ച് അറിയിച്ചു, ഞങ്ങൾ പാത്രികീസ് ബാബയ്ക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ബാബ സിൽവാനോസ് തിരുമേനി അവിടെ നിന്ന് മാറ്റാനും തയ്യാറാണ്. പക്ഷെ അപ്പം നിങ്ങൾ അവിടെ ഒരു ഓണറബിൾ എക്സിറ്റ് എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു മേഖല കാർവ് ചെയ്ത് കൊടുക്കണമെന്നുള്ള അത്രയും വന്നപ്പോഴത്തേക്കും പിന്നെ എന്തോ പെട്ടെന്ന് പാത്രികീസ് ബാബ അനങ്ങിയില്ല, സിൽവാനോസ് തിരുമേനിയെ കൊണ്ട് വിട്ടുപോയില്ല. അവിടെ ഒരു നടപടിയും ഈ പറഞ്ഞ 84-2 അവിടെയാണ് 84-2 ഇംപ്ലിമെന്റേഷൻ വരുന്നത്. when the metropolitan violates or if he misbehaves, അപ്പോൾ ഒരു കൺട്രോളിംഗ് അതോറിറ്റി വേണ്ടേ? ആ കൺട്രോളിംഗ് അതോറിറ്റിയാണ് പേട്രിയാർക്ക്. അല്ലാതെ ഇവിടെ ഇന്റേണൽ അഡ്മിനിസ്ട്രേഷൻ കയറി ഇന്റർഫിയർ ചെയ്യേണ്ട. അപ്പം ഒരു സുവോ മോട്ടോ പവർ പേട്രിയാക്കിനില്ല. ഹൈക്കോടതിക്ക് അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട്, സുവോ മോട്ടോ പവേഴ്സും ഉണ്ട്. സുപ്രീം കോടതിക്കും സുവോ മോട്ടോ പവേഴ്സ് ഉണ്ട്, അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട്. പേട്രിയാക്കിന് സുവോ മോട്ടോ പവേഴ്സ് ഇല്ല, ലീഗൽ ഭാഷയെ പറഞ്ഞാൽ. ഓക്കെ, ആ പോയിന്റ് മനസ്സിലായി. അപ്പം ഞാൻ ചോദിച്ചത് ഇദ്ദേഹം പറഞ്ഞത് ഈ പാത്രികീസ് ബാബ അങ്ങനെ ചെയ്തു. അപ്പൊ ഈ പാത്രികീസ് ബാബായിട്ടുള്ള ഈ കൂറും വിധേയത്വം അങ്ങനെയാണ് നിങ്ങളുടെ കീഴ്വഴങ്ങി എന്നുള്ള ഒരു കുറെ ബെറ്റർ മലയാളമാണ്. അപ്പൊ കീഴ്വഴങ്ങി ഇരിക്കുന്നവർ മാത്രമാണ് ഈ അസോസിയേഷനിൽ പ്രാഥമിക അംഗത്വം ഉണ്ടായിരിക്കുന്നത്. അവർ 5 രൂപ റിസീസ് അടയ്ക്കണം എന്ന് പറയുമ്പോൾ ഈ ഒരു സോൾ സബ്മിഷൻ ടു പാട്രിയാർക്കല്ലേ നിങ്ങളുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പാത്രികീസിനെ അതായത് ഈ വാനിഷിംഗ് പോയിന്റിൽ നിർത്തുന്നത് മനോരമക്കാർ പറഞ്ഞ പോലെ ആ ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത്.
അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരട്ടെ ബ്രദർ. അതായത് ക്നാനാക്കാരുടെ ചരിത്രം പാരമ്പര്യം നോക്കുവാണെങ്കിൽ 4-ാം നൂറ്റാണ്ടില് AD 345 അവര് മലങ്കരയിൽ വന്നതാണ്. അന്ന് പാത്രീസ് ബാവ ആരായിരുന്നു? അപ്പൊ നമ്മുടെ ഒസ്താത്യോസ് അല്ല. ബ്രദർ ശരിക്കും ചരിത്രം നോക്കുവാണെങ്കിൽ ഒസ്താത്യോസിനെ സുനോദോസ് മുടക്കി. 331 അന്ത്യോക്കയിൽ ഒരു സുനോദോസ് കൂടി ഒസ്താത്യോസ് ബാവയെ നീക്കം ചെയ്തു. അലക്സാണ്ട്രിയയിലെ അത്തനാസോസ് തിരുമേനിയും അത്താനാസോസ് ബാവയും അന്ത്യോക്കയിലെ ഒസ്താത്യോസ് ബാവയും രണ്ടുപേരും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നേരിട്ടാണ് നീക്കിയത്. ഇൻഫാക്ട് അന്ത്യോക്കയിലും എഡേസയിലും AD 345 ഇന്നത്തെ ഓർത്തഡോക്സ് യാക്കോബ തർക്കങ്ങൾ അവിടെ അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ജനമല്ല ഒസ്താത്യോസിന്റെ കൂടെയാണ്. യെസ്, ജനം മുടക്കപ്പെട്ട് പാത്രീസ് ബാവയുടെ കൂടെയാണ് നിന്ന്. അന്ത്യോക്കയുടെ കൂടെ അല്ല നിന്ന്. മുടക്കിയത് ആരാണ്? കോടതിയാണ്. അല്ല, രാജാവ് അത് ഇംപ്ലിമെന്റ് ചെയ്തേ ഉള്ളൂ. ഇന്നത്തെ അല്ല ദി സിനഡ് ഓഫ് ആന്റിയോക്ക് AD 331 and AD 341. ഇപ്പൊ നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിസ്റ്ററിയിലോട്ട് അതുകൊണ്ടാണ് ജനങ്ങൾ സെവേറിയസ് തിരുമേനിയുടെ കൂടെ നിൽക്കുന്നത്. പാത്രീസ് ബാവയുടെ കൂടെ നിൽക്കാതെയും സെവേറിയസ് തിരുമേനിയുടെ കൂടെ നിൽക്കുന്നതും അന്നത്തെ പ്രസിഡൻസ് ഇപ്പോഴും ഉണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം. ഇപ്പൊ ബ്രദർ ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ പറയാം. ഈ സക്കാപ്രഥമൻ ബാബ ഉണ്ടായിരുന്ന കാലത്ത് 2013 ഇവരെ 4 മെത്രാച്ചന്മാരെയും സമുദായ ട്രസ്റ്റിയെയും അന്നത്തെ സെക്രട്ടറിയെയും വിളിച്ച് സക്കാപ്രഥമൻ പാത്രിക്കീസ് ബാബയുടെ അവിടെ വെച്ച് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി, ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ഈ 4 മെത്രാച്ചന്മാരും മുട്ടേക്കുത്തി, വീഡിയോ ഇപ്പോൾ ഞങ്ങളുടെ ഉണ്ട്, മുട്ടേക്കുത്തി നിന്ന് ഒപ്പിട്ടു. ഈ മെഴുകുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് ആ എഗ്രിമെന്റിൽ 4 പേരും മുട്ടേക്കുത്തി ബാബയുടെ സന്നിധിയിൽ നിന്ന് ഒപ്പിട്ടു. 4 മെത്രാച്ചന്മാർ വിട്ടു, അന്നത്തെ ട്രസ്റ്റിയും വിട്ടു, അന്നത്തെ സെക്രട്ടറിയും വിട്ടു. എന്നിട്ട് ബാബ പറഞ്ഞു, നിങ്ങളുടെ ഭരണഘടന ശക്തമാണ്, നിങ്ങൾ ഇത് അവിടെ കൊണ്ടുപോയി അസോസിയേഷനിൽ വെച്ച് പാസ്സാക്കണം. ഇവിടെ അത് അസോസിയേഷനിൽ വന്നു. അസോസിയേഷനിൽ വന്നവരുടെ അന്നത്തെ ഞങ്ങളുടെ ഒന്നും ട്രസ്റ്റിമാരൊന്നും അല്ല, അവരുടെ കൂടെ ഇപ്പം ഇരിക്കുന്ന അന്നത്തെ മുൻ ട്രസ്റ്റിമാര് ഞങ്ങളുടെ കൂടെ ഉള്ളവരല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ പറയുന്നുള്ളതേ ഉള്ളൂ. അവരുടെ ഒരിക്കൽ വന്നപ്പോൾ അസോസിയേഷൻ അത് തള്ളിക്കളഞ്ഞു. സക്കാപ്രഥമൻ ബാബയുടെ മുന്നിൽ മുട്ടേക്കുത്തി 4 മെത്രാന്മാരും അന്നത്തെ ട്രസ്റ്റി സെക്രട്ടറിയും ഒപ്പിട്ടത് അസോസിയേഷൻ തള്ളിക്കളഞ്ഞു. എന്നിട്ട് അന്നത്തെ സക്കാപ്രഥമൻ ബാബ ഒരു നടപടി എടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, അതിനുള്ള പവർ ജ്ഞാനായ അസോസിയേഷൻ ഉണ്ട്, അവരുടെ ശക്തമായ ഭരണഘടനയുണ്ട്. അപ്പൊ ആ ശക്ത ഇപ്പൊ ഞങ്ങൾക്ക് ജ്ഞാനായ സമുദായത്തിന്റെ മാഗ്നാ കാർട്ട എന്ന് പറയുന്ന 43-ാം നമ്പർ കൽപ്പനയുണ്ട്, അന്നത്തെ ഏലിയാസ് ബാബയുടെ 42-ാമത്തെ കൽപ്പന. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ അസോസിയേഷന്റെ തീരുമാനങ്ങളും ഞങ്ങളുടെ ടെമ്പറൽ മാറ്റർ മുഴുവൻ ചെയ്യാനുള്ള പവേഴ്സ് അന്നേ തന്നിട്ടുണ്ട്. അപ്പം ബാബ പറഞ്ഞു, സക്കാപ്രഥമൻ ബാബ പണ്ടത്തെ കാര്യമൊന്നുമല്ല, 2013 കാര്യമായി പറയുന്നത്. മുട്ടയെ കുത്തി വന്ന് ഒപ്പിട്ടത് പോലും അത് അസോസിയേഷൻ തള്ളിക്കളഞ്ഞിട്ട് ബാബ ഒരു നടപടി പോലും എടുത്തില്ല. അദ്ദേഹം പറഞ്ഞു അവരുടെ ഭരണഘടന ശക്തമാണ്, ആ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റൂ. അതേ ഞങ്ങൾ ആ സമയത്ത് സക്കാപ്രഥമൻ ബാബ വളരെ രോഗാതുരനായി പോയില്ലേ? അല്ലല്ല, അതിന് മുമ്പാ രോഗാതുരാകുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ട് തരാം. നിങ്ങൾ ഈ അസോസിയേഷൻ തള്ളുമ്പോഴേക്കും അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയില്ലേ? ഇല്ലില്ല, അത് പാസ്സാക്കി വന്ന് ഒരു 2 മാസത്തിന് അസോസിയേഷൻ കൂടിയല്ല അതിനകത്ത് വെച്ച് പാസ്സാക്കാൻ വേണ്ടി. ഹോസ്പിറ്റലൈസ് ഒന്നും ചെയ്തില്ല. അതൊക്കെ ചുമ്മാ പറയുന്ന. അദ്ദേഹം ഭരിക്കുന്നതിനൊക്കെ വളരെ കാലം ചെയ്യുന്നതിനൊക്കെ മുമ്പ് നടന്ന കാര്യം. ഡേറ്റ് വേണേ വെച്ച് അങ്ങനെ ചോദ്യം വരുമെന്ന് അറിയില്ലായിരുന്നു. പറയുന്നത്